ഗുരുവായൂർ മഞ്ജരീസ് ദേവി മഹാത്മ്യം ഇറക്കുന്നത്. അങ്ങനെ 1,01,000 ദേവി മഹാത്മ്യം നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കണം. ദേവി മഹാത്മ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും പവർഫുള്ളാ. ശരിക്കും പറഞ്ഞാൽ ദേവന്മാർക്ക് പോലും കൃത്യമായിട്ട് ചൊല്ലാനോ അല്ലെങ്കിൽ പറയാനോ അല്ലെങ്കിൽ വായിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത പോലും വരാത്ത അത്രയും അതിനിഗൂഢമായ രഹസ്യമാണ് ദേവി മഹാത്മ്യം കേട്ടോ. ക്ഷമിക്കണം, അമ്മയുടെ ചരിതം പറയണതും കേൾക്കണതും എല്ലാം ശ്രേയസാന്നാ പറയണത്. അപ്പൊ അതെ നമ്മുടെ ദേവി മഹാത്മ്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ദേവി മഹാത്മ്യം. എങ്ങനെയുണ്ട്? ഇതിങ്ങനെ ഫസ്റ്റ് തുറക്കുമ്പോ തന്നെ എന്താ മഞ്ജരീസിന്റെ സീല് വരും. പിന്നെ കണ്ടോ, ഈ ദേവി മഹാത്മ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആരാണോ ഈ മഹാത്മ്യം തരുന്നത് അവരുടെ പേരുണ്ടാവും. ഓക്കെ, ഇദ്ദേഹമാണ് നരസിംഹടിക. ഇദ്ദേഹം മൂകാംബിക ടെമ്പിളില് 50 വർഷം ടെമ്പിൾ കൊണ്ടു നടന്ന മഹത് വ്യക്തിയാണ്. എനിക്ക് നവാക്ഷരി തന്നത് ഇദ്ദേഹമാണ്. ഇത് അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യ അടിക, എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മുടെ റാവൽജി. ഓക്കെ, അങ്ങനെ ഈ ദേവി മഹാത്മ്യത്തിന്റെ നിങ്ങൾക്കിത് കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും, ബാഗിൽ വെക്കാൻ പറ്റും, വീട്ടിൽ വെക്കാൻ പറ്റും, എവിടെ വേണമെങ്കിലും. ഒരു ശരിക്കും നല്ലൊരു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ ബുക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന്റെ എല്ലാ എന്താ പറയാ, ഇതിൽ എന്തൊക്കെയാണുള്ളത് ആമുഖാണ്. ഓക്കെ, അതിൽ എത്രയൊക്കെ അധ്യായമുണ്ട്, എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഈ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് എന്താ പറയുക, ചണ്ഡികാ ഹോമത്തെ കുറിച്ചുള്ള വിവരണങ്ങള്, എന്താണ് നവാക്ഷരി ജപം എന്താണ്, അതിനെ കുറിച്ചൊക്കെ എഴുതിയത്. പിന്നെ ചണ്ഡികാ ഹോമം എന്താണ്, എന്തിനാണ്, പിന്നെ ജീവിത വിജയത്തിന് നമ്മൾ ദേവി മഹാത്മ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതും കഴിഞ്ഞ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യ ഗ്രന്ഥം ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി എന്താണ്, ദാനങ്ങളിൽ വെച്ചിട്ട് കർമ്മങ്ങളിൽ വെച്ചിട്ടൊക്കെ ശ്രേഷ്ഠമാണെന്ന് പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. എന്താണ്? അന്നദാനം, ഗോദാനം, സ്വർണദാനം, ഭൂദാനം. അന്നദാനം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഗോദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോക്കൾ, പശുക്കളെ ദാനം ചെയ്യുന്നത്. സ്വർണദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ, ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ദാനം നൽകുന്നത്. ഭൂദാനം എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുന്നത്. അങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങൾ നമ്മുടെ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ട്. സ്വർണം കൈവശമുള്ളവനേ അത് ദാനം ചെല്ലാൻ പറ്റൂ, അല്ലെ? അല്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യാൻ പറ്റില്ല. അതുപോലെ വിദ്യ കൈവശമുണ്ടെങ്കിൽ ആ വിദ്യ കയ്യിലുള്ളവന് മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുന്നത്? വിദ്യ ദാനമായി നൽകാൻ പറ്റുന്നത്. ധനം കൈവശം ഉണ്ടെങ്കിലോ നമുക്ക് ധനം നൽകാം. പക്ഷെ ആ ധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രന്ഥമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ അതിന്റെ ശ്രേയസ് എത്ര ജന്മങ്ങൾ പറഞ്ഞാലും തീരില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല 2-3 ഗ്രന്ഥങ്ങളുണ്ട്. നാരായണീയം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ്കരമായ സമയങ്ങൾ ഉണ്ടാവും. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കലിയുഗത്തില് നാമജപത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഈ ഒരു ഗീതയാവട്ടെ, ദേവി മഹാത്മ്യാവട്ടെ നമ്മൾ ദാനം ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിപ്പോ 1-2 പുസ്തകം ഉണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. വലിയൊരു പാത്രം നിറച്ച് ഭക്ഷണം കൊടുത്തു നോക്കൂ, അത് ആ വ്യക്തിക്ക് എത്ര സമയം കഴിക്കാൻ പറ്റും? ഒരു സമയം അവന്റെ വയറ് നിറയും, മതി എന്ന് പറയും, അല്ലെ? പക്ഷെ നിങ്ങളൊരു ദേവി മഹാത്മ്യം ദാനം ചെയ്തു നോക്കൂ, അവന്റെ ജന്മത്തെയാണ് മാറ്റിമറിക്കുന്നത്. ഒരു ഗീത ദാനം ചെയ്തു നോക്കൂ, സാക്ഷാൽ ഈശ്വരൻ അവരുടെ കൈകളിൽ എത്തിയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ദാനം മാത്രം മതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അമ്മമാര്, അച്ഛന്മാര്, ഭാര്യമാര് ഒക്കെ എന്താ പറയാ, ചിലപ്പോ ജോലി ഇല്ലാതിരിക്കുന്ന ചില പുരുഷന്മാര് വീട്ടിലുണ്ടാവാം. പല പല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പം ഒരു ബുക്ക് വാങ്ങണമെങ്കിൽ അയ്യോ 450-500 രൂപയാവും, ഇപ്പൊ ഇല്ല, പിന്നെ ആവട്ടെ എന്ന ആഗ്രഹവുമായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൈകളിലേക്ക് നല്ല മനസ്സുള്ള ചില ആൾക്കാരെന്ത് ചെയ്യും? നേരെ ഒരു മഹാത്മ്യം അങ്ങ് ദാനം ചെയ്യും. അങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അവനുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു നിമിഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൈവരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു,
മോളെ ദേവി മഹാത്മ്യമൊക്കെ എത്രയാ, നാരായണിയൊക്കെ എത്രയാ. അപ്പോൾ എനിക്ക് സത്യത്തിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുന്ന കുറച്ച് ആളുകളെ എനിക്കറിയൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സുധി എപ്പോഴും എനിക്ക് വേറൊരു നമ്പറിലേക്കാണ് മെസ്സേജ് ഇടുക. മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇട്ടപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും ഇത് ആരാ. എന്നിട്ട് ഞാൻ ചോദിച്ചു ആരാ ഇത്, സുധിയല്ലേ എന്നിങ്ങനെ. അപ്പൊ എന്നോട് കൊള്ളാം മോസേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കൂടെ ഉണ്ട്, എന്നിട്ട് ഇപ്പോഴും എന്റെ നമ്പർ അറിയില്ലേ. ഞാൻ അയ്യോ സോറി സുധി, ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജസ് വരും അതിലല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ പേരൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പോൾ ഒരു മാതാജി ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ എമൗണ്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോയി. പക്ഷെ വീണ്ടും ഞാൻ മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിൽ നിന്ന് നോക്കി വന്നപ്പോഴത്തേക്കും എന്നാ പിന്നെ ഞാൻ അടുത്ത മാസം വാങ്ങാം മാതാജി, പിന്നെ ആവട്ടെ. ഞാൻ അതെന്താ, എന്തു പറ്റി അമ്മയ്ക്ക്? അല്ല മക്കളോടൊക്കെ ചോദിച്ചിട്ട് അവരെ കയ്യിൽ ഉണ്ടെങ്കിൽ വാങ്ങാന്ന് ഓർത്തിട്ടല്ലേ ഞാൻ അടുത്ത മാസം വാങ്ങിച്ചോളാം മോളെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, മക്കളോടൊന്നും ചോദിക്കണ്ട, അമ്മയ്ക്കുള്ള ദേവി മഹാത്മ്യം ദാനം ചെയ്യാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ദിവസം മുന്നേ വേറൊരു മാതാജി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് തരുന്ന വ്യക്തിക്ക് നിങ്ങളിപ്പോ ഒരാളുടെ ദേവി മഹാത്മ്യമോ ഗീതയോ എന്തെങ്കിലും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളവരുടെ പേരും നമ്പറും കൊടുക്കും. തരുന്ന വ്യക്തിയെ വാങ്ങുന്ന വ്യക്തിയായിട്ടും വാങ്ങുന്ന വ്യക്തിയെ തരുന്ന വ്യക്തിയായിട്ടും നമ്മൾ കണക്ട് ചെയ്യും. കാരണം എന്താ, നമ്മൾ ഒരു മീഡിയേറ്റർ ആണ്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ദാനം അത് സ്വീകാര്യമായിരിക്കുന്ന വ്യക്തികളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കും അല്ലെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാണ് മാതാജി ഈ ബുക്ക് അവർക്ക് കൊടുക്കണേന്ന് പറയുന്നത്. അപ്പൊ ഞാനത് കൊടുത്തു എന്ന് ഒരു ഉറപ്പ് എനിക്ക് കൊടുക്കണം. അവര് പറഞ്ഞെന്താ അതൊന്നും കുഴപ്പമില്ലേ മാതാജി, അതൊക്കെ നിങ്ങൾ കൊടുത്തോളും. ഞാൻ പറഞ്ഞ അതല്ല, അത് കൺഫേം ചെയ്യണം, അപ്പോഴാണ് എനിക്ക് സന്തോഷം. അതിനുവേണ്ടി ഇവിടെ ഒരു നല്ല 2-3 ചാക്കും ബോക്സും നിറച്ച് നിങ്ങളുടെ നാരായണിയും ഗീത എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു, സാറ്റർഡേ ആയതുകൊണ്ട് പറ്റിയില്ല. അത് കുറച്ചേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഞാൻ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് എന്ത് ചെയ്യും, എല്ലാം ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും. ഇനി വരുന്ന ആഴ്ച നിങ്ങളുടെ കയ്യിലേക്ക് ദേവി മഹാത്മ്യവും നാരായണിയവും വിഷു കിറ്റും പഞ്ചാമൃതവും എല്ലാം കിട്ടുന്ന ദിവസങ്ങളാണ്. കിട്ടുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണം, അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും. അഷ്ടഗന്ധം, ഗോപീചന്ദ്രം എല്ലാം കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം എങ്ങനെയാണ്, ഇത് പാരായണം ചെയ്യുന്നതിന് ഒരു വിധിയുണ്ട്. ദേവി മഹാത്മ്യത്തിന്റെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു തന്നാണ്, എന്നാലും എൻ്റെ മഞ്ജരീസ് ഫാമിലി മറന്നിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് എൻ്റെ മഞ്ജരീസ് ഫാമിലിയുടെ ലക്ഷ്യം തന്നെ. എനിവേ പറയാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഫലപ്രാപ്തി, എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്, അതിന്റെ ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്ക് ആര് പറഞ്ഞിരുന്നു? ബ്രഹ്മശ്രീ ശ്രീ ഈശ്വര പ്രസാദ് നമ്പൂതിരി. അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബദ്രീനാഥ ക്ഷേത്രത്തിലെ മുൻ റാവൽജിയാണ്. അദ്ദേഹമാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ബുക്കിലൂടെ. ഇനി ദേവി മഹാത്മ്യം മുക്തിദായകമാണ്. എങ്ങനെയാണ് അത് മുക്തിദായകമാകുന്നത്? അത് സംസ്കൃത പണ്ഡിതനായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ശ്രീ വരാഹം ചന്ദ്രശേഖരൻ നായർ അവർകളാണ് അതേക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീമദ് ദേവി മഹാത്മ്യവും മാർക്കണ്ഡേയ പുരാണവും എന്നൊരു അധ്യായമുണ്ട്. അതും ഈ പുസ്തകത്തിലുണ്ട്. ഇനി അത് കഴിഞ്ഞാലോ കഥാരൂപത്തിൽ തന്നെയാണ് കേട്ടോ. അതില് മുനികുമാരന്മാർക്ക് പിതൃശാപം ലഭിക്കുന്നതും അതുപോലെ താർക്ഷികയുടെ വിവാഹവും എന്ന് വേണ്ട ജൈമിനി മഹർഷി പക്ഷികളെ സന്ദർശിക്കുന്ന കഥയും മുനികുമാരന്മാര് പക്ഷികളായി ജനിക്കുന്ന കഥയും എന്തെല്ലാം കഥകളാണെന്നറിയാമോ? അതെല്ലാം കഴിഞ്ഞാൽ പ്രഥമചരിതത്തിന്റെ കഥ മധുകൈടഭ വധം ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മധ്യമചരിതം ഉണ്ട്, അധ്യായം 2 കേട്ടോ. അത് മഹിഷാസുര സൈന്യ വധത്തെ കുറിച്ച് പറയുന്നു, കഥയായിട്ടാ പറയുന്നത്. പിന്നെ മഹിഷാസുര വധത്തെ കുറിച്ച് പറയുന്നു അധ്യായം 3. 4 വന്നിട്ട് ശക്രാദികളുടെ ദേവീ സ്തുതിയെ കുറിച്ച് പറയുന്നു കഥാരൂപത്തില്. ഓക്കെ, പിന്നെ ഉത്തമചരിതത്തിലെ 5-ാം അധ്യായത്തില് ദേവീദൂത സംവാദത്തെ കുറിച്ച് പറയുന്നു. അതും കഴിഞ്ഞാലോ 6-ാം അധ്യായത്തില് ധൂമ്രലോചന വധത്തെ കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തില് ചണ്ടമുണ്ട വധത്തെ കുറിച്ച് പറയുന്നു. 8-ാം അധ്യായത്തില് രക്തബീജ വധത്തെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന എല്ലാ കഥകളാണേ. 9-ാം അധ്യായത്തില് നിശുംഭ വധത്തെ കുറിച്ച് പറയുന്നു. ഇനി 10-ാമത്തെ അധ്യായത്തില് ശുംഭവധത്തെ കുറിച്ച് പറയുന്നു. 11-ാം അധ്യായം എല്ലാവർക്കും ഇഷ്ടമുള്ള അധ്യായം. അതിലെന്താ പറയുന്നത്? നാരായണീ സ്തുതിയെ കുറിച്ച് പറയുന്നു. 12-ാം അധ്യായത്തിൽ ദേവി പറയുന്നു. 13-ാം അധ്യായം, അതായത് ക്ഷമിക്കണേ നെറ്റ് പോയതാണേ. ഇനി 13-ാം അധ്യായത്തില് സുരത സമാധിമാരുടെ വരലബ്ധിയെ കുറിച്ച് പറയുന്നു, അവസാനത്തെ അധ്യായം. ഇങ്ങനെ ദേവി മഹാത്മ്യത്തിന്റെ കഥകളെല്ലാം കഴിഞ്ഞു വരുമ്പോഴോ ദേവി മഹാത്മ്യത്തിന്റെ പാരായണ വിധി ശ്ലോകം മുതൽ തുടങ്ങുന്നുണ്ട്. ദേവി മഹാത്മ്യം എങ്ങനെയാണ് നമ്മൾ ശ്ലോകം മുതൽ
വായിച്ചു തുടങ്ങേണ്ടത്. അത് നല്ല വലിയ അക്ഷരത്തോടു കൂടി രാത്രി സൂക്തമാവട്ടെ, ത്രയാംഗമാവട്ടെ, താന്ത്രികമാവട്ടെ, നവാംഗങ്ങളാവട്ടെ, ആവാഹനം, കീലകം, അർഗളം എല്ലാം ഇതിലുണ്ട്. ഹൃദയം, അങ്ങനെയുള്ള എല്ലാം വലിയ അക്ഷരത്തിൽ തന്നെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദളം കൊടുത്തിട്ടുണ്ട്, ധ്യാനം കൊടുത്തിട്ടുണ്ട്, പിന്നെന്താ, അങ്ങനെ ഇതെല്ലാം നമ്മൾ കവചവും എല്ലാം ചൊല്ലി 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 നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാരായണ ഭാഗം തുടങ്ങുന്നുണ്ട്. പ്രഥമ ചരിതം മുതൽ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം വലിയ അക്ഷരം. ഇത് നോക്കൂ, നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ അക്ഷരത്തിൽ വിട്ട് വിട്ട് ഇത് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കഥകൾ. കണ്ടോ, കഥ കണ്ടോ, കഥയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ശ്ലോകമാണ്. കണ്ടോ, ഇതെല്ലാം നല്ല കുഴപ്പമില്ല, ഇതെല്ലാം ശ്ലോകമാണ്. ഇങ്ങനെ ശ്ലോകമെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം അധ്യായത്തിലും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകം കഴിയുമ്പോഴാണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ റാവൽജി വരുന്നുണ്ട്. അതായത് 1008 ശ്രീ 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 ബ്രഹ്മശ്രീ പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരി അവർകള്. അദ്ദേഹം ബദ്രീനാഥ ക്ഷേത്രത്തിലെ മുൻ റാവൽജിയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആദിപരാശക്തിയുടെ നവരാത്രി കാലത്ത് 9 ഭാവങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞാല് നമുക്ക് എന്താണ് ദേവി മഹാത്മ്യം എന്നുള്ളത് ഒരു ചുരുക്കത്തിൽ ഇതിൽ പറയുന്നുണ്ട്. റൈറ്റപ്സ് ആണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ ഗുരുവിന്റെ ഉപദേശം ഉണ്ടോ, ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിലെ പാരായണത്തിന്റെ നിഷ്ഠകൾ എന്തൊക്കെയാണ്, മഹാത്മ്യ ഗ്രന്ഥം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ദേവി മഹാത്മ്യ പാരായണത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന രീതികള്, വിധികള്, ക്രമങ്ങൾ എന്തൊക്കെയാണ്, മഹാത്മ്യം ആർക്കൊക്കെ പാരായണം ചെയ്യാം, സ്ത്രീകൾക്ക് ആർത്തവ സമയം ഉണ്ടാകുമ്പോൾ മഹാത്മ്യം പാരായണം ചെയ്യാൻ പാടുണ്ടോ, ദേവി മഹാത്മ്യ പാരായണ ഫലപ്രാപ്തിക്ക് എത്ര ഒരു ജപം, എന്ത് മന്ത്രം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. ഇത് മൊത്തം ഞാൻ വായിച്ചു കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ വാങ്ങി വായിക്കണം. ഇനി അതും കഴിഞ്ഞ് ഏതൊക്കെ ചടങ്ങുകളിലാണ് മഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിക്കുന്നത്, ദേവി മഹാത്മ്യ ഗ്രന്ഥം നമുക്കൊരു രക്ഷാ കവചമായി മാറുന്നത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഗ്രന്ഥം ദാനം ചെയ്യേണ്ടത് ആർക്ക്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ശതേഷു ഛായതേഷൂര സഹസ്രേഷു ച പണ്ഡിതഃ വക്രാധാദശ സഹസ്രേഷു ദാതാ ഭവതി വാ നാ വാ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് 100-ൽ ഒരാൾ ശൂന്യരായിട്ട് കാണാം, 1000-ൽ ഒരാൾ പണ്ഡിതനായിട്ട് കാണാം, 10,000-ൽ ഒരാൾ വാഗ്മിയായിട്ട് കാണാം. എന്നാൽ ദാനം ചെയ്യുന്ന ഒരു സജ്ജനത്തെ കണ്ടുമുട്ടാൻ ഏറെ പ്രയാസമാണ്. കാരണം ദാനം ചെയ്യാൻ ആരും അത്ര പെട്ടെന്ന് റെഡിയല്ല. അതായത് വിശാല മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ദാനം നൽകാൻ കഴിയൂ. കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്വന്തം പരമ്പരയുടെ മൂലവേര് മുതലുള്ള സഞ്ചിത കർമ്മത്തിന്റെ കാര്യങ്ങളും പൂർവികരുടെ കർമ്മഫലങ്ങളും എല്ലാം അന്വേഷിച്ചു പോയിട്ട് നമ്മളിൽ പലരും ഇങ്ങനെ വഴിപാടുകളായിട്ടും ദാനധർമ്മങ്ങളായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ തലമുറയും ഇപ്പോഴത്തെ തലമുറയും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമല്ലേ. ഇങ്ങനെയുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ദേവി മഹാത്മ്യ പാരായണം. എന്നിട്ട് ഒരു മഹാത്മ്യം നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ആർക്കെങ്കിലും ദാനവും ചെയ്യുക. അതിൻ്റെ ഒരു ശക്തി അത് ഒരിക്കലും പറഞ്ഞാൽ തീരാത്തതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിനായിട്ടാണ് മഞ്ജരീസ് നിങ്ങൾക്ക് ദേവി മഹാത്മ്യം ഇത്രയും പക്കയായിട്ട് ഞാൻ റെഡിയാക്കിയത്. അതുകൊണ്ട് ഇനി സമ്പൂർണമായൊരു ദേവി മഹാത്മ്യം അന്വേഷിച്ച് എവിടെയും പോണ്ട. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾക്ക് ദേവി മഹാത്മ്യം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് 4ാമത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലെത്തും. പോരെ. അതിനുവേണ്ടി 1,01,000 ദേവി മഹാത്മ്യം മഞ്ജരീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ദേവി മഹാത്മ്യം നമ്മൾ ദാനം ചെയ്യണമെന്ന് പറയുന്നത്? മഹാദാനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമാണ് ഗ്രന്ഥദാനം എന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങളിലൂടെ ജ്ഞാനദാനമാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ജ്ഞാനം, അറിവ് അതൊരാൾക്കാണ് നമ്മൾ ദാനമായി നൽകുന്നത്. മറ്റ് ദാനങ്ങൾ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ടുകൊണ്ട് പോകാൻ പറ്റും. എന്തൊരു സാധനം, ഈവൻ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം പോലും വേണമെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ അതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചും പോകും. എന്നാൽ മായം കലർത്താൻ കഴിയാത്തവയാണ് എന്ത്? സ്വർണം, അന്നം, വസ്ത്രം, ഭൂമി, ഗോവി. ഈ ദാനങ്ങളെല്ലാം മഹത്തരമാണ്. പക്ഷെ ഇതെല്ലാം അപഹരിക്കാൻ കഴിയും.
എങ്ങനെങ്കിലും ഇതൊക്കെ ആരിൽ നിന്നൊക്കെ മോഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ എനിക്കൊരു അറിവുണ്ടെങ്കിൽ ആ അറിവ് ഒരാളെ കൊണ്ട് മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ അതും ഒരാളെ കൊണ്ട് മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നല്ല മനസ്സാണ് നിങ്ങൾ പകർന്നു കൊടുക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും മോഷ്ടിക്കാൻ കഴിയാത്ത ഈ അറിവ് ജ്ഞാനദാനത്തിന്റെ മഹത്വമാണ് എന്ത് അഗ്നിപുരാണം, ഗരുഡപുരാണം, ദേവീ പുരാണം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഗ്രന്ഥം ദാനം ചെയ്താലുള്ള ആ ശ്രേയസിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ദാനത്തിനായിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴേ ലഭിക്കുന്ന വരുമാനം കൂടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാതാജിയല്ലേ പറഞ്ഞത് നമ്മൾ ഒന്നിനെ കുറിച്ചും ആഗ്രഹിക്കരുതെന്ന്. ശരിയാണ്. പക്ഷെ നമ്മൾ ആരും എന്തല്ല, സന്യാസിമാരല്ല, ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനോടും സമൂഹത്തിനോടും സുഹൃത്ത് ബന്ധങ്ങളോടൊക്കെ ഒരു വിലയേറിയ കടപ്പാടുണ്ട്, ഇല്ലേ? ആ കടപ്പാട് നിറവേറ്റണമെങ്കിൽ ഭൗതികയിൽ നമുക്ക് ഉയർന്നേ പറ്റൂ. ഭൗതികതയിൽ ഉയരാതെ ഞാൻ ഒരു സന്യാസി വര്യനാണ്, ഒരു സന്യാസിനിയാണ്, ഈശ്വരൻ എനിക്ക് എല്ലാം കൊണ്ടുത്തരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കാൻ പോണില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, ഉണരണം. അപ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷെ എന്ത് ലഭിക്കുന്നു? അതിൽ ഒരംശം നമ്മൾ എന്തിനു മാറ്റണം? ദാനത്തിനായിട്ട് മാറ്റണം. സന്തോഷവും സമ്പാദ്യവും എല്ലാം പങ്കുവെക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ കൂടുതൽ ലഭിക്കുന്നത്. കിണറ്റിൽ നിന്ന് ജലം എടുക്കുന്നത് കൊണ്ട്, ഇപ്പൊ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ വെള്ളം എടുക്കുന്നത് കൊണ്ട് ആ ഉറവ വറ്റുന്നില്ല, അത് തീർന്നു പോകുന്നുമില്ല. ഒരിക്കലും പിന്നീട് വെള്ളം വരാത്തതുകൊണ്ട് കിണറായിട്ട് ഒരിക്കലും അവശേഷിക്കുന്നില്ല. കിണറിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടുതൽ ശുദ്ധമാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ദാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അത് ലഭിക്കുകയും ചെയ്യും, സംശുദ്ധരാവുകയും ചെയ്യും. നമ്മൾ എന്ത് ദാനം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യേണ്ടത് ഗ്രന്ഥദാനം, അന്നദാനം, വസ്ത്രദാനം. ഇത് മൂന്നും നമ്മൾ കൊടുത്തിരിക്കണം. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ശ്രീധരൻ പ്രഭു, അങ്ങേക്ക് ദേവി മഹാത്മ്യം ദാനം ചെയ്യുന്നത് ഞാനാണ് കേട്ടോ, അങ്ങയുടെ അഡ്രസ്സ് എനിക്ക് വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീധരൻ പ്രഭു. അറിയാലോ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി. അപ്പൊ അദ്ദേഹത്തിന് ഒരു ദേവി മഹാത്മ്യം ദാനം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പൊ അങ്ങേക്ക് ഉള്ള ദേവി മഹാത്മ്യം ഞാൻ അയച്ചു തരും. ഓക്കെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് നവാക്ഷരി മന്ത്രം, എങ്ങനെയാണ് മന്ത്രജപം തുടങ്ങേണ്ടത്, എന്താണ് സപ്തശതശ്ലോകി. സപ്തശ്ലോകി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ചോദിക്കും, മാതാജി എന്താ സപ്തശ്ലോകി, എങ്ങനെയാ അതിനെക്കുറിച്ച് പറയുക, അതെന്താണ്? അതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ ദുർഗാസ്മൃത ഹരസിബീതിമശേഷ ജന്തോ സ്വസ്തേ സ്മൃതാമതീമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയഹാരിണി കാതുധന്യ സർവോപകാരകാരണായ സാധാർത്ഥ ചിത്ത. ഇത് ഞാൻ വായിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്പീഡായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പം വായിച്ച് നിങ്ങൾക്കിത് സ്പീഡാവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ദേവി മഹാത്മ്യത്തിലെ 24ാമത്തെ ശ്ലോകമാണത്. അപ്പൊ ആപത്തിൽപ്പെട്ടുഴലുന്ന എല്ലാ സകല ജീവികൾക്കും അമ്മയെ സ്മരിച്ചാൽ അവരുടെ ആ ജീവിയുടെ ഭയം വിട്ടകലുന്നു. സ്വസ്ഥിരമായിരിക്കുന്നവർ സ്മരിച്ചാൽ അവർക്ക് ശുഭമായ ബുദ്ധി നൽകുന്നു. സർവചരാചരങ്ങളുടെയും ദാരിദ്ര്യവും ദുഃഖവും അകറ്റി അവർക്ക് ഉപകാരം ചെയ്യാൻ എപ്പോഴും ആർദ്രഹൃദയായി മറ്റാരാണുള്ളത്? അമ്മയേക്കാൾ വലിയൊരു സത്യമില്ല, അമ്മയേക്കാൾ വലിയൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നത്, അല്ലേ? എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമ്മളിപ്പോ കേട്ട ഈ ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്. അപ്പോ ആഭനിവർത്തിയായ കാർത്യായനി തന്ത്രത്തിൽ ഈ ശ്ലോകത്തിന്റെ ഈ ജപത്തിന്റെ ഫലപ്രാപ്തി പറയുന്നുണ്ട്. ദേവീ സ്തുതിയിലെ ഏറ്റവും ഉയർന്ന ഈ ശ്ലോകം ദുർഗാ സപ്തശതി, അതായത് നമ്മുടെ 585ാമത്തെ മന്ത്രമാണ്. ഏത്? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ളത്. അപ്പൊ സകല മംഗളങ്ങൾക്കും മംഗളയായിരിക്കുന്ന, സർവരക്ഷാകാരണിയായിരിക്കുന്ന, എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്ന, ശരണം പ്രാപിക്കാൻ യോഗ്യതയുള്ള തൃക്കണ്ണുകളോടും സ്വർണ്ണവർണ്ണ നിറത്തോടും കൂടിയിരിക്കുന്ന അലയോ നാരായണി, അവിടത്തേക്ക് നമസ്കാരം എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായോ? കുടുംബത്തിന്റെ ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപത് നിവാരണവും മംഗളവും ശക്തിയും ശാന്തിയും നൽകുന്നതാകുന്നു ഈ ശ്ലോകം. മറ്റ് ശ്ലോകങ്ങൾ ഒന്നും ജപിച്ചില്ലെങ്കിൽ പോലും ഇത് നിത്യവും ചൊല്ലുന്നത് സർവസമ്പത്പ്രദം, സർവാർത്ഥ സിദ്ധിപ്രദം, സർവോഘോഹരം എല്ലാമാണ് ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെയോ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. അതിന്റെ അർത്ഥം എന്താണ്? അത് 587ാമത്തെ ശ്ലോകമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ 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 എന്തെല്ലാം ശ്ലോകങ്ങളുടെ അർത്ഥം എന്നറിയോ നമ്മൾ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്? സർവബാധ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൈധ്വരീ വിനാശനം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് വന്നിട്ട് 614ാമത്തെ ശ്ലോകമാണ്.
ഇനി നവരാത്രി കാലങ്ങളില് എങ്ങനെയാണ് ആരാധന നടത്തേണ്ടത്? ഈ ദിവസങ്ങളിലെ ദേവി മഹാത്മ്യത്തിന്റെ പാരായണത്തിന്റെ അർത്ഥം എന്താണ്, വിധി എന്താണ്, 9 രാത്രികൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നു. ദേവി മഹാത്മ്യം സംസ്കൃതത്തിലല്ലാതെ മലയാളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ മലയാളത്തിലുള്ള പാരായണത്തിന് എന്തെങ്കിലും ഫലപ്രാപ്തിക്ക് വ്യത്യാസമുണ്ടോ? അതും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഗുരുവായൂർ മഞ്ജരീസ്. ഓക്കെ, അപ്പൊ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾക്ക് ഈ ദേവി മഹാത്മ്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. നല്ല നല്ല ബൈൻഡിങ് ആണ്. വ്യക്തമായിട്ടാണ് ഞങ്ങളിത് റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ജീവിതത്തിൽ ഒരു മാറ്റം വേണോ? ദേവി മഹാത്മ്യം കയ്യിൽ സൂക്ഷിക്കൂ. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് ദേവിയെ, നിങ്ങൾക്കറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം 30 ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നതാണ്, അമ്മേന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം എല്ലാവരും കയ്യിൽ വെക്കുക. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവർ മാത്രം, വെറുതെ കൊടുക്കുന്നു എന്ന് കാണുമ്പോഴേക്കും വാങ്ങിക്കൊണ്ട് പോകരുത്. സാമ്പത്തികമായിട്ട് എനിക്ക് അത്രയും ഒരു 500 രൂപ ഇല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ദയവായി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ദേവി മഹാത്മ്യം ഞങ്ങൾ ദാനമായി നൽകും. പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. കാരണം ദേവിയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ വഞ്ചിക്കാം, പക്ഷെ അമ്മയുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് വഞ്ചന കാണിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം വിലയിരുത്താം. എൻ്റെ കയ്യിൽ 500 രൂപ ഇല്ല എന്ന് നിശ്ചയമായിട്ടും ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഞങ്ങൾ മഞ്ജരീസ് ഫാമിലി കൃത്യമായിട്ട് ദാനം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം മേക്കാ മനു ആ ബുക്ക് ഒന്ന് കാണിച്ചേക്കാം. ദാ ഓക്കെ, കണ്ടില്ലേ? ഈ ബുക്കിന്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്തതും മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടാണ്. അപ്പം അന്നേ ദിവസമായിരുന്നു നമ്മളൊരു 108 ലളിത സഹസ്രനാമമൊക്കെ മൂകാംബിക നടയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം എല്ലാവർക്കും ദാനം കൊടുത്തത്. ഓക്കെ, അപ്പം ദേവി മഹാത്മ്യം എത്ര പെട്ടെന്ന് നിങ്ങൾ എനിക്ക് ഓർഡർ തരുന്നോ അത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു. കാരണം തീർന്നുകൊണ്ടിരിക്കുകയാണ് ബുക്ക്. ഇപ്പം എനിക്ക് ഈ ബുക്കിന് നമുക്ക് റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഇതിൽ എവിടെയാണ് പ്രൈസ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഇതിലുണ്ട് 450 രൂപ ബൈ പോസ്റ്റ്. അതിൻ്റെ പോസ്റ്റൽ ചാർജും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾ എത്ര വലിയ കോടികളുടെ ഗിഫ്റ്റ് കൊടുത്താലും ഒരു വ്യക്തിയുടെ കയ്യിൽ ദേവി മഹാത്മ്യം എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങൾ എത്ര വലിയ ഗിഫ്റ്റ് കൊടുത്തോളൂ. ഏത് വീട്ടു താമസത്തിനോ കല്യാണത്തിനോ ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തിനു വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷെ കൂട്ടത്തിൽ ഒരു ദേവി മഹാത്മ്യം കൂടി കൊടുക്കുക. കൊടുക്കുന്നവനും ലഭിക്കുന്നവനും ഒരുപോലെ ശ്രേയസ് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ദേവി മഹാത്മ്യം നിങ്ങൾ ഓർഡർ ചെയ്യല്ലോ. ഞാനിത് ആദ്യത്തെ മഹാത്മ്യം നൽകിയത് നമ്മുടെ മൂകാംബികയിലെ തന്ത്രി രാമചന്ദ്ര അടിയേക്കാണ്. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ദേവി മഹാത്മ്യം ഞാൻ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. 1,01 ദേവി മഹാത്മ്യം മഞ്ജരീസിലൂടെ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, വീട്ടിലുള്ളവർക്കും വീട്ടിൻ്റെ അടുത്തുള്ളവർക്കും നിങ്ങളുടെ ഓഫീസിലുള്ളവർക്കും നിങ്ങളുടെ ഓഫീസിലെ സീനിയേഴ്സിനും ആരൊക്കെയാണ് ഇപ്പം നിങ്ങൾ സ്ഥിരമായി പോകുന്ന അമ്പലത്തിലെ തിരുമേനിമാർക്ക്, അല്ലെങ്കിൽ അവിടെ പാത്രം കഴുകാൻ വരുന്ന അമ്മമാരുണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ സ്ഥിരമായി പൂക്കെട്ടുന്ന ആൾക്കാർ, അങ്ങനെ ആരൊക്കെ ഉണ്ടോ നമ്മുടെ ചുറ്റിനും നമ്മുടെ പ്രിയപ്പെട്ട എത്ര പേരുണ്ടോ അവർക്കെല്ലാം കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ദേവി മഹാത്മ്യം സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണമായി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.